പോകാം സാറേ. സുധാകരൻ നായരോ? സുധേട്ട, എന്താ സുധേട്ട? അച്ഛ സത്യാണോ? അച്ഛ ഇത് സത്യാണോന്ന്? എന്തിനാ അച്ഛ? എന്നോടൊന്നും ചോദിക്കണ്ട. എന്റെ 2 പെൺമക്കൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ എനിക്കത് മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്തായി ചെയ്തെന്ന്? മക്കളെ, പെൺമക്കൾക്ക് ജന്മം നൽകാൻ മാത്രമല്ല, അവരുടെ മേൽ വീഴുന്ന ഓരോ മുള്ളുകളെയും വെട്ടി നിരത്താനുള്ള കടമ കൂടിയുണ്ട് ഓരോ അച്ഛനും. സുധേട്ട, ഞാൻ പോവുക മക്കളെ. അങ്കിൾ വാ സാറേ. അങ്കിൾ, എന്തിനാ അങ്കിൾ ഇത് ചെയ്ത്? എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? ആദ്യം മോനോട് പറയണമെന്ന് തന്നെ വിചാരിച്ചു, പിന്നെ കരുതി വേണ്ടാന്ന്. ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് പറയാൻ തോന്നിയില്ല. പ്രിയയുടെ കല്യാണ ചെലവിന് മോൻ തന്ന 5 ലക്ഷം രൂപയില്ലേ, അതാ ഞാൻ ജാവേദിന് കൊടുത്തത്. പക്ഷെ ജയിലിൽ പോകാൻ എനിക്ക് ഒരു പേടിയില്ല. എന്റെ മക്കളിപ്പോ സുരക്ഷിതമായ കൈകളിലാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ജാവേദേ, സുധാകരൻ നായർ പറഞ്ഞെല്ലാം ശരിയാണോ? ശരിയാണ് സാർ, എല്ലാം ശരിയാണ്. മകൾക്ക് സുഖമായോ? ജീവനിപ്പോ കുഴപ്പമൊന്നുമില്ല സാർ. ഒരാളുടെ ജീവൻ എടുത്തതിന് കിട്ടിയ പണം കൊണ്ടാ മകളുടെ ജീവൻ രക്ഷിച്ചത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനല്ലേ സാറേ ദൈവങ്ങൾ പോലെ അവതാരം എടുത്തിട്ടുള്ളത്? അതൊരു നന്മയാ സാറേ. എനിക്കറിയായിരുന്നു സാറേ, എഴുന്നേറ്റ് നടക്കാനായാൽ അവൻ എന്റെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. പിന്നെ നിങ്ങൾ എന്തത് മുമ്പ് സമ്മതിക്കരുത്? അന്ന് ജാവേദിന്റെ മകളുടെ സർജറി ആയിരുന്നു മെഡിക്കൽ കോളേജിൽ. അന്ന് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അത് മുടങ്ങിയേനെ. പിന്നെ സത്യം കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ സാറേ, അല്ലാതെ കുറ്റം ചെയ്തവർ വന്ന് ഏറ്റുപറയോ? എന്നാൽ എനിക്കിപ്പോ സന്തോഷം സാറേ, എന്റെ പെൺമക്കൾക്ക് പിന്നാലെ ഇനി അവൻ വരില്ലല്ലോ. ക്യാമ്പസിൽ എന്നെ കൊണ്ടുപോയില്ലേ, അതിന് എന്താ ഒന്നും പറയാത്തത്? അവിടെ പോയത് ഏട്ടന് ഇഷ്ടായില്ലേ? അതുകൊണ്ട് പഴയതൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റിയില്ലേ? ഓർമ്മകളുടെ തടവറയിലായിരുന്നു ഒരുപാട് കാലം ഞാൻ. സത്യം പറഞ്ഞ ജ്യോതി വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോ പഴയതൊന്നും ഓർക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അല്ല, ഹരിപ്രിയ എപ്പോഴാ തിരിച്ചു പോകുന്നത്? അത് ശരി, അപ്പോ ഞാൻ എത്രയും വേഗം തിരിച്ചു പോണമെന്നാണോ ആഗ്രഹം? അങ്ങനെയല്ല, തിരിച്ചു പോകുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് മറ്റെന്തെങ്കിലും നോക്കാം. വേണമെങ്കിൽ ഒരു വിവാഹം തന്നെ നോക്കാം, വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ. സോറി ഏട്ടാ, ഞാനേ കമ്മിറ്റഡാ. കൊള്ളാലോ. ആരാ കക്ഷി?
അല്ല, ജ്യോതിയുടെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? ആ വേണം. അതെല്ലാം ജയപ്രകാശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉടനെ കിട്ടില്ല, കുറച്ചു ദിവസം കഴിയും. പിന്നെ ഏട്ടാ, ജ്യോതിയോട് ഇനിയും അകൽച്ച കാണിക്കരുത്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, ഒളിച്ചു വെക്കാനുള്ളതല്ല. നിങ്ങൾ ജയിലിൽ പോയത് പിന്നെ ഞാനിവിടെ സന്തോഷിക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇങ്ങനെ കണ്ണു ചോരയില്ലാതെ പറയല്ലേ സുധേട്ട. മക്കള് രണ്ടു വഴിക്കായി. നിങ്ങൾ ജയിലിലും, പിന്നെ എനിക്കവിടെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? നീ വിഷമിക്കാതെ. കുറച്ചു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താലും അത് കഴിഞ്ഞ് ജാമ്യം കിട്ടും. അതിന് നമ്മുടെ മരുമക്കളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നീ കരുതുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില പരിഗണനയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നീ സമാധാനമായിട്ട് പോയിക്കോ. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒറ്റയ്ക്കായി പോയില്ലേ ഞാൻ? അത് കുറച്ചു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് വരില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരുന്നവരെ നീ വീട് പൂട്ടിയിട്ട് അമരാവതി പോയി നിൽക്ക്. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ജ്യോതിയുടെ മുഖം കാണുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അവൾ ഇങ്ങനെ ചെയ്ത് ജയിലിൽ കയറ്റിയ കാര്യം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ പത്മാവതി അമ്മയുടെ മരുമക്കള്, അവരുടെ ഗമ കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ, എന്നാ പിന്നെ പ്രിയമോളുടെ അടുത്ത് പോയി നിൽക്കാമല്ലോ. ഇപ്പൊ നിന്നെ കൊണ്ട ആവശ്യം അവൾക്കല്ലേ? അല്ലെങ്കിൽ അതും വേണ്ട, നീ പ്രിയമോളോട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ. മതി മതി വാ. എന്നാ ചെല്, പൊയ്ക്കോ, സമയം കഴിഞ്ഞു. എന്റെ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ അച്ഛൻ ചെയ്തത് നേരാണെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ചിത്ര, നീ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ സാമദ്രോഹിയാണ്, അവൻ ചാവേണ്ടവനാന്നൊക്കെ. ജീവിച്ചിരുന്ന അവൻ ഈ ഭൂമിക്ക് ഭാരമാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാൻ കാരണം എന്റെ അച്ഛൻ ജയിലില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ എനിക്ക് ദുഃഖവുമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതും തെളിയിക്കപ്പെട്ടേനെ. ഇത് പക്ഷെ എന്നിലൂടെ തെളിയണമെന്നുള്ളത് ദൈവനിയോഗമായിരിക്കും, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. സ്വന്തം പെൺമക്കളുടെ ജീവിതം രക്ഷിക്കാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് ജയിലിൽ കിടക്കുന്ന അച്ഛൻ, എനിക്ക് അഭിമാനം തന്നെയാടി. പേ പിടിച്ച തെരുവുപട്ടിയായിരുന്നു നിന്റെ ഏട്ടൻ. എന്റെ അച്ഛൻ അതിനെ വിഷം കൊടുത്ത് കൊന്നു. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ സുപ്രിയ ഓർത്തുപോയി. ഓരോ കാഴ്ചയിലും അവൾ ഓരോ അത്ഭുതങ്ങളാ എനിക്ക് തന്നിട്ടുള്ളത്. ഒടുവിൽ എന്നിൽ നിന്ന് അകന്നു പോയതും അങ്ങനെ തന്നെയാ. ഇല്ല, സുപ്രിയ എവിടെയും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ സുപ്രിയയാണെന്ന സത്യം ഡിക്കയോട് പറയാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയം. പക്ഷേ ഇപ്പൊ ജ്യോതിയാണ് എനിക്കെല്ലാം. സുപ്രിയോടുണ്ടായിരുന്ന അതേ ഇഷ്ടം തന്നെയാ എനിക്ക് ജ്യോതിയോടുള്ളത്. അല്ല, ഹരിപ്രിയന്തിനെ ഇങ്ങോട്ട് വന്ന് അത് പറഞ്ഞില്ല.
വേദന മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് മറക്കാൻ ശീലിച്ചു. എങ്കിൽ ഏട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അത് വേണ്ട, ഞാനുകൂടി വരാം. നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. സുപ്രിയോടൊപ്പം ഒരുപാട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അവൾ എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞാനിത് ഓർക്കാറേയില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ഹരിപ്രിയ പറഞ്ഞപ്പോഴാ ഞാനിതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. ഏട്ടനും സുപ്രിയയും കൂടി ഇവിടെ വന്ന ഓർമ്മകളെല്ലാം ഇപ്പോഴും അവളുടെ ഡയറിയിലുണ്ട്. ആ ഡയറി നിനക്കെങ്ങനെ കിട്ടി? ആ, അത് പൗർണമി തന്നതാ. പക്ഷേ അങ്ങനൊരു ഡയറിയുടെ കാര്യം സുപ്രിയ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ആരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെ പൗർണമി പറഞ്ഞത്. ഏട്ടന് ആ ഡയറി കണ്ട സങ്കടം വരുമെന്ന് സുപ്രിയയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ പൗർണമി അത് എന്നെ തന്നെ ഏൽപ്പിച്ചത്. DK സങ്കടപ്പെടുന്നത് സുപ്രിയയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, അന്നും ഇന്നും. അതെ, അതുകൊണ്ടാണ് ജ്യോതി അവളെ എന്നിലേക്ക് ചേർത്ത് വെച്ചത്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? അപകടത്തിൽ നിന്ന് സുപ്രിയയുടെ ബോഡി പോലും കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം സുപ്രിയ വീണ്ടും ഏട്ടന്റെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ ഏട്ടൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സാങ്കല്പിക ചോദ്യ. അങ്ങനൊരു നിമിഷത്തെപ്പറ്റി ഏട്ടൻ നിമിഷം ഒരിക്കലും വരില്ല. അതെങ്ങനെ ഏട്ടന് ഉറപ്പിച്ചു പറയാൻ പറ്റും? സാധിക്കും, എനിക്ക് മാത്രമേ അത് സാധിക്കൂ. ഇന്നും ആരോടും പറയാതെ ഞാൻ എന്റെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന ചോദിക്കുകയും ചെയ്യരുത്. എന്നോടുകൂടി ആ രഹസ്യമില്ലാതാവട്ടെ. എന്നോട് പറഞ്ഞൂടെ? പറയാം. ഒരു തരി ജീവനെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ നാണുണ്ടോ നിങ്ങക്ക്? എന്തിന്? എന്തിനാന്ന്? പഴയ ഭാര്യയുടെ അനിയത്തിയെ കൊണ്ടിങ്ങനെ ഊരു ചുറ്റി നടക്കാൻ ഒരു ഒളിപ്പുമില്ലേ കുശിനിക്കാരാ? ജ്യോതി, വെറുതെ ഏട്ടനെ കുറ്റപ്പെടുത്തണ്ട. എന്തേ? ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ ഏട്ടൻ എന്റെ കൂടെ വന്നത്. അതിന് DK ഹരിപ്രിയയുടെ കൂടെ പോയതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഹരിപ്രിയ അന്യൊന്നും അല്ലല്ലോ, സുപ്രിയ ആന്റിയുടെ അനിയത്തിയില്ലേ? ആദ്യമായിട്ടല്ല DK ഹരിപ്രിയ ഒരുമിച്ച് പുറത്തു പോകുന്നത്. ഈ കാലത്തും ഇത്ര ഇടുങ്ങിയ ചിന്താഗതിയാണോ നിനക്കുള്ളത്? അതെ, ഞാൻ ഇത്തിരി ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളാണേ. എന്റെ ഭർത്താവിനെ മറ്റൊരു പെണ്ണിന്റെ കൂടെ ഊരു ചുറ്റാൻ വിടാനുള്ള വിശാല മനസ്കഥയൊന്നും എനിക്കില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്റെ കാര്യത്തിൽ ഇടപെടാനോ എന്നെ നിയന്ത്രിക്കാനോ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു ചർച്ച ആവശ്യമില്ല. നിങ്ങൾക്കിത് ഭയങ്കര നിസ്സാരമാണല്ലേ? പക്ഷേ എനിക്കിതത്ര നിസ്സാരമല്ല. ഇവളുടെ ഉദ്ദേശം എന്താന്ന് വല്ല പിടിയുണ്ടോ നിങ്ങക്ക്? ഇത്രയും കാലത്തിന് ശേഷം ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അമേരിക്കയിലെന്നൊക്കെ പറഞ്ഞു കേട്ടു. സത്യം എന്താന്ന് ആർക്കറിയാം? അതെന്തായാലും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല.
ഹരിപ്രിയ ഈ വീട്ടിലെ അതിഥിയാണ്. അതിഥിയെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും അവരുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്നതും ഒരു സംസ്കാരമാണ്. ബെസ്റ്റ്. അല്ലെങ്കിൽ തന്നെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മനുഷ്യനായാലേ വകതിരിവ് വേണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതൊന്നുമില്ലാത്ത നിന്നോട് വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല. ഓഹോ, ജ്യോതി, ഇത്രമാത്രം ഒച്ചയെടുക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? എന്റെ കൂടെ വന്നതിന് ഏട്ടനെ ഇത്രയും അപമാനിക്കണം. മിണ്ടി പോരുത് നീ. ഞാൻ ഹിറ്റ്ലറിന്റെ ഭാര്യ, നീ ഹിറ്റ്ലറിന്റെ ആരാ? സ്റ്റോപ്പ് ഇറ്റ്. ഇനിയൊരു അക്ഷരം മിണ്ടരുത്. ഇത്ര നേരം നീ പറഞ്ഞതെല്ലാം കേട്ടു നിന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നീ പറയുന്നത് ഗൗരവത്തിലെടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നാത്തതുകൊണ്ടാണ്. ഹരിപ്രിയയുടെ കൂടെ ഇനിയും എവിടെ പോകാനും എനിക്ക് ഒരു മടിയുമില്ല. കാണില്ല, ഒരു മടിയും നിങ്ങൾക്ക് കാണില്ല, എനിക്കതറിയാം. അല്ലെങ്കിൽ തന്നെ അമ്മ സുപ്രിയയുടെ സ്ഥാനത്ത് കൊണ്ടുവരാനിരുന്നല്ലേ ഇവളെ. അപ്പൊ പിന്നെ ആ ആഗ്രഹം രണ്ടുപേരുടെ മനസ്സിൽ കാണുമല്ലോ. കരിമോളെ ജ്യോതി എന്താ പറഞ്ഞതെന്ന്? അമ്മേ, DK ഹരിപ്രിയം പുറത്തുനിന്ന് വന്നപ്പോ ജ്യോതി അവരെ തെറ്റിദ്ധരിച്ച് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. കൂടിപ്പോയെന്നല്ല, ഇതിനെ അഹങ്കാരം എന്നാ പറയുന്നത്. ആ ബോധം കെട്ട വീഴ്ചയില് ഹരിപ്രിയക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അമ്മേ, എന്നെ പ്രതി ഇവിടെ ഒരു വഴക്കുണ്ടാക്കല്ലേ. അവളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. മറ്റുള്ളവരെ അപമാനിക്കുന്നത് ഏത് മാനസികാവസ്ഥയിലായാലും അത് നല്ലതല്ല. എന്നാലും അമ്മ ഇതൊരു ഇഷ്യൂ ആക്കണ്ട. ഹരിപ്രിയ, തൽക്കാലം വിശ്രമിക്കുക. ഇനി എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ നമുക്ക് ഡോക്ടറെ കാണാം. ശരി ഏട്ടാ. ജ്യോതിയോട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ അമ്മേ. ജ്യോതി പറഞ്ഞത് തന്നെയാ ശരി. തെറ്റ് ചെയ്തത് ഞാനാ. നോ, നിന്റെ ഏട്ടനാണവൻ. അവന്റെ കൂടെ എവിടെ പോകാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് അവളോട് ചോദിച്ചില്ലെങ്കിലേ ശരിയാവത്തില്ല. യു ടേക്ക് റെസ്റ്റ്. ഐ കം. ഈ ചായ കുടിക്കേ. ജ്യോതി കമലിച്ച് കണ്ടോ? ഇല്ല, അമ്മ ജ്യോതി ഒരുപാട് വഴക്ക് പറഞ്ഞുവെന്ന് മായ പറഞ്ഞു. ജ്യോതിയെ വഴക്ക് പറഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി കാണും. അവർക്ക് മാത്രമല്ല, എനിക്കും സന്തോഷമായി. അങ്ങനെ പറയില്ലേ കമലേജി, അവൾ ഒരു പാവാ. അത്ര പാവമൊന്നും അല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഓക്കെയാ. പനിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? 1-2 തവണ. എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. അയ്യോ, അതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ബോധം കെടലൊക്കെ കഴിഞ്ഞോ? അഭിനയം നല്ല വശമാണല്ലേ? അല്ലോ, എത്ര പെട്ടെന്നാ ബോധം പോയതും പിന്നെ തിരിച്ചു വരുന്നതും ഒക്കെ. ഇനിയും ബോധം കെടുത്താൻ വന്നതാണോ? ഇതിന് വല്ല ബോധവും ബുദ്ധിയും ഉണ്ടായിട്ട് വേണ്ടേ? ഓ, അത് ഞാനങ്ങ് സഹിച്ചു. നിന്നെ കൊണ്ട് മറ്റുള്ളവരിലെ സഹിക്കുന്നത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇനിയും ഹരിപ്രിയ ചീത്ത പറയാനാണോ? അയ്യോ, ഞാൻ ചീത്ത പറഞ്ഞാലും ആശ്വസിപ്പിക്കാൻ നിങ്ങളുണ്ടല്ലോ. ഉണ്ട്, അതിലൊരു സംശയവും വേണ്ട. അറിയാം. ഇവൾക്ക് എന്തെങ്കിലും വന്നാൽ ആശ്വസിപ്പിക്കാൻ എനിക്ക് കടമയുണ്ട്. എന്തിനാ ഇങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത്? നിങ്ങളുടെ പിണക്ക് ഇതുവരെ മാറിയില്ല. അതങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. ഞാൻ ആരുടെയും കാലു പിടിക്കാൻ വരത്തുമില്ല. അങ്ങനെ കാല് പിടിക്കാൻ ഞാൻ നിന്ന് കൊടുക്കാറുമില്ല. ബുദ്ധിയില്ലാത്ത കഴുത. ആരോടാ എന്താ എപ്പോഴാ പറയേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല. പുളിവാറിന് നല്ല തല്ല് കിട്ടാത്തിന്റെ കേട വെക്ക്. സുപ്രിയ,
എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? പണ്ടത്തേക്കാൾ കൂടുതൽ ഞാനിപ്പോ നിന്നെ ഓർക്കുന്നു, നിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. ഹരിപ്രിയ അടുത്ത് നിൽക്കുമ്പോ നീ അടുത്ത് നിൽക്കുന്ന പോലെ. അവള് സംസാരിക്കുമ്പോ നീ സംസാരിക്കുന്ന പോലെ. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? നീയും ഹരിപ്രിയയും ഒരുമിച്ച് പിറന്നവരല്ലേ? നീയില്ലെങ്കിലും ഹരിപ്രിയ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കാൻ പോവാ. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഇന്നത്തേക്കാൾ നല്ലൊരു ദിവസം വേറെയില്ല. അവൾക്കുള്ള നമ്മുടെ സമ്മാനവും ഇന്ന് കൊടുക്കാം, അല്ലേ? അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു, ഈ പിറന്നാൾ നിനക്കുള്ള എന്റെ ഡെഡിക്കേഷന്. അത് ശരി. അപ്പൊ പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ? ആ ഹരിപ്രിയ എനിക്ക് പാരയാവുന്നുള്ളത് ഉറപ്പാ. ഈ പിറന്നാൾ എങ്ങനെയെങ്കിലും പൊളിക്കണം. എന്താ വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. വേണ്ട, ആരും ഒന്നും അറിയാതെ നമുക്ക് തിരിച്ചു പോണം ചേച്ചി. ഞാൻ സുപ്രിയാണെന്നറിഞ്ഞ ഈ വീടിന്റെ താളം മുഴുവനും തെറ്റും, സന്തോഷം പോവും. ചിലപ്പോ ജ്യോതി ആത്മഹത്യ ചെയ്യും. DK പഴയ ഭ്രാന്താവസ്ഥയിലേക്ക് പോയെന്നും വരാം. അങ്ങനെയൊന്നും സംഭവിക്കരുത്. DKയുടെ സന്തോഷം എന്നും നിലനിൽക്കണം. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയ്ക്ക് ത്യാഗം സഹിച്ചത്. പക്ഷേ ഒരിക്കലെങ്കിലും DK സത്യം അറിയണ്ടേ? ജീവനെ പോലെ സ്നേഹിച്ച നിന്റെ ഭർത്താവിനെ ഇനിയും മറ്റൊരുത്തിക്ക് വിട്ടുകൊടുക്കണോ? ആലോചിക്കേ. ബേട്ടി, എന്താ ഇങ്ങനെ കുന്തപിഴിങ്ങാനിരിക്കുന്നത്? Tell me, what happened? ഒന്നുമില്ല അമ്മ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇരുന്നു പോയെന്നുള്ളൂ. I come and ask a question. എന്താ അമ്മ? You cooking cake? എന്താ? ഹരിപ്രിയയുടെ പിറന്നാളിനുള്ള കേക്ക് നീ തന്നെ ഉണ്ടാക്കണം. ഞാനോ? എനിക്കെങ്ങും വയ്യ. അത് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് നോട്ട് ടെല്ലിങ്, ഐ ടെൽ യു ഒബേ. ഓക്കെ? ശരി അമ്മ പറ. നീ അവിടെ ഇരുന്നേ. ബേട്ടി, ഹരിപ്രിയയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സുപ്രിയയുടെ ബർത്ത്ഡേയും കൂടെയാ. മേക്ക് എ ഗുഡ് കേക്ക്. യുവർ ഹസ്ബൻഡ് ലവ്. നീ നല്ലൊരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്ക്. നിന്റെ ഹസ്ബൻഡ് ലവ് നിനക്ക് തിരിച്ചു കിട്ടും. സമ്മതിച്ചു. Then start a caking. Okay? ബേട്ടി, ഇതൊരു ഫൈറ്റാണ്. എന്റെ മോള് ജയിക്കണം. കാരണം അമരാവതിയുടെ മരുമകള് നീയാണ്, നീ മാത്രമാണ്. അത് മറക്കരുത്. ഓക്കെ? ഓക്കെ. ബേട്ടിയെ ഇതുവരെ കഴിഞ്ഞില്ലേ? ദേ കഴിഞ്ഞോണ്ടിരിക്കാമേ. അല്ല, നിങ്ങളെന്താ ഇവിടെ? അലങ്കാരത്തിന്റെ ജോലികളൊക്കെ നിങ്ങളല്ലേ ഏറ്റിരിക്കുന്നേ?
ഗോ 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 യു ഗോ ടു അലങ്കാരം. ആ ബേട്ടി, ഞാൻ നിന്റെ മമ്മിയെ വിളിച്ചായിരുന്നേ. ആശലത വരില്ലെന്നാ പറഞ്ഞത്. അതെന്താ മമ്മി വരാത്തെ? നിന്റെ അച്ഛനെ കാണാൻ ജയിലിലേക്ക് പോകുന്നു എന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോ പോകാൻ തുടങ്ങുന്നു എന്നാ പറഞ്ഞത്. നീ വിഷമിക്കണ്ട മോളെ, ഉടനെ ജാമ്യം കിട്ടുമെന്നാ ആശലത പറഞ്ഞത്. ആ അതെ, നീ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ അപ്പുറത്തൊന്ന് നോക്കിയിട്ട് വരാം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കണം. അമ്മയുടെ കഴിഞ്ഞ പിറന്നാൾ പോലെ ആവോ? നോ ബേട്ടി, യു മേക്കിംഗ് കേക്ക്. ഐ കം. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അവിടെ വെച്ചേക്ക്. ആരാ ഈ ഫ്ലവർ കൊണ്ടുവന്നത്? അറിയില്ല സാർ, ഫ്ലവർ ഷോപ്പിൽ നിന്ന് കൊടുത്താന്നാ പറഞ്ഞേ. അപരിചിതരായ ആളുകൾ കൊടുത്തയക്കുന്നൊന്നും വാങ്ങി വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? വളരെ പ്രിയപ്പെട്ട ഒരാൾ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞിട്ടാ ആ പയ്യൻ കൊണ്ടുവന്നേ. സുപ്രിയ, പണ്ട് നീ എന്നെ ഇങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ? ചെറുത് വേണ്ട, വലുതെന്നെ ഇരിക്കട്ടെ. അമ്മ, വാവ്, വാട്ട് എ വണ്ടർഫുൾ കേക്ക്. മോളെ, ജ്യോതി മോളെ, ജ്യോതി. ആമാ. മോളെ, ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ കേക്ക്. നിനക്ക് ഇത്രയ്ക്ക് നൈസായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാന്നേ എനിക്കറിയത്തില്ലായിരുന്നു. ആ ബേട്ടി, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്കൊരു കേക്ക് കട്ടൊക്കെ തുടങ്ങിയാലോ? ആ അതിനിപ്പോ എന്താ, അമ്മ റെഡിയാണെങ്കിൽ ഞാൻ ഡബിൾ റെഡിയാ. ആ എന്നാ പിന്നെ ഞാൻ അവനോട് പറയട്ടെ. എന്തോന്നു? നമ്മളൊരു കേക്ക് കട്ട് തുടങ്ങുന്ന കാര്യം. ആ അതെ, വേണമെങ്കിലേ ആ റെസ്റ്റോറന്റ് ഭാഗത്തെ നമുക്കൊരു കേക്ക് കട്ട് തുടങ്ങാം. അവിടെ ആവുമ്പോ നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ എപ്പോഴും കാണുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? അതിനേക്കാൾ എനിക്കിഷ്ടവേ ഒരു ഷോ കേസ് ഇല്ലേ, അതിനകത്ത് കയറ്റി ഹിറ്റ്ലറിനെ വെക്കുന്നതാ. അല്ല പിന്നെ അതാവുമ്പോ എനിക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. അമ്മ ഒന്ന് പോയേ, ഇതൊന്നും ആ ഹിറ്റ്ലർ സമ്മതിക്കത്തില്ലെന്നേ. നമുക്ക് നോക്കാന്നേ. എന്തായാലും എനിക്ക് കേക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ദൈവമേ, എന്റെ മോളൊരു പാവാട്ടോ. അതമ്മക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? അങ്ങ് മാറ്റി, അതങ്ങ് മാറ്റി പിടി. ഞാൻ അല്ലെങ്കിലും പാവം അമ്മേ. ആണോ? അച്ചോടാ. അല്ല, ഇപ്പൊ എന്താ ഇങ്ങനെ പുകഴ്ത്താൻ കാരണം? എന്ത് പറ്റി? ഒരു സ്നേഹം? അതേ, ഹരിപുരയുടെ പിറന്നാളിനെ നിനക്ക് കേക്കുണ്ടാക്കാൻ തോന്നിയല്ലോ, അതാ. അതാണോ? അത് സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ ഈ കേക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നോട് ഇത്തിരി ഇഷ്ടം തോന്നി ഇവിടുന്ന് പോയി തന്നാലോ? എന്തായാലും ബേക്കറിക്കാരിക്ക് നല്ല പണിയാ ഡി കെ തന്നത്, അല്ലേ താറേ? പിന്നല്ലാതെ.
സുപ്രിയാന്റിയുടെ ബർത്ത്ഡേ ഡിക്കൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമോ? ഹരിപ്രിയെ മുന്നേ നിർത്തിയെന്ന് മാത്രം. ഇനിയിപ്പോ DK ഹരിപ്രിയ ഇവിടുന്ന് പറഞ്ഞേക്കൊന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊന്നും മിണ്ടിയേക്കല്ലേ, ചിലപ്പോ ഇവിടെ കേക്കിൽ വല്ല വിഷവും ചേർത്തോളേ. നിന്നെയൊക്കെ ശരിയാക്കി തരാവടി. എന്തായി പേട്ടി, കേക്ക് പൊട്ടി ഫ്ലൈ അയച്ചാ? പ്രിയതാ ബെറ്റിസേ, ഞാനിപ്പോഴേ തമിഴ് കൂടെ പഠിക്കുന്നുണ്ട്. അയ്യോ എന്തിനാ അമ്മേ, അമ്മയുടെ ഇംഗ്ലീഷ് തന്നെ ധാരാളം. അപ്പടി ചൊല്ലിക്കൂടാതെ പേട്ടി, നമ്മ മലയാളത്തിന്റെ തായ്മൊഴി തമിഴാടി. വാട്ട് എ ബ്യൂട്ടിഫുൾ തമിഴ് ടോക്കിംഗ്. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാതരെ, നമുക്ക് ഹരിപ്രിയെ വിളിച്ചോണ്ട് വരാം. എനിക്ക് കൊഞ്ചം കൂടെ പേഷനടി. അയ്യോ അമ്മ വേണ്ട, മാമായിച്ചി നിക്കില്ലടി, നീ പോകട്ടെ. പോയാച്ചു ബേട്ടി, നമുക്ക് കൊഞ്ചം തമിഴ് പഠിക്കലാമാ? ചതിക്കല്ലേ അമ്മേ, എനിക്കുള്ള മലയാളം തന്നെ മതി. അപ്പടിയാ? അപ്പടി തന്നെ. അല്ലേ ഇന്ത മലയാളീസ് എല്ലാം ഇപ്പടിതാ. മുറ്റത്തെ മുല്ലയ്ക്ക് നോ സ്മെല്ലെന്നാണല്ലോ. ആരോട് പേശ? അത് ഇതും തമ്മിൽ എന്താ ബന്ധം? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. ശരി, കൊണ്ടുപോവരെ. സാർ കേക്ക്. ശരി സാർ. ശരി. എന്തായാലും വലിയൊരു ആപത്തിൽ നിന്നാ എല്ലാവരും രക്ഷപ്പെട്ടത്. ഇത് ആ വിഘ്നേഷിന്റെ പ്ലാൻ തന്നെയായിരിക്കും, ഉറപ്പാ. ഇതങ്ങനെ വെറുതെ വിടരുത് DK. ആ കേക്ക് എങ്ങാനും കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ലിറ്റിൽ കണ്ണൻ ഇവരെ CCTV എല്ലാം കാണിച്ചു കൊടുത്തില്ലേ? ഹരിപ്രിയ വിഷമിക്കണ്ട, ഇതൊന്നും തന്നോടുള്ള വിരോധമല്ല, ഈ വീടിനോടും ഞങ്ങളോടുള്ള പ്രതികാരമാണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും മോളി കേക്ക് കട്ട് ചെയ്തേ. ആരോഗ്യ സൗഖ്യത്തോടെ ഒരു 100 വർഷം നീ ഹാപ്പി ആയിട്ടിരിക്കാൻ ഈ അമ്മ പ്രാർത്ഥിക്കാം. ഇത് പറ്റിയ സമയം. ഇനിയും വൈകിയ എല്ലാം പോയി. 1 2 3.
വാട്ട് ഹാപ്പൻ ബേട്ടി? സത്യാണോ? കണ്ണാ, നീ എന്നെ അനുഗ്രഹിച്ചോ? സത്യാണോ മോളെ? കണ്ണാ, താങ്ക് യു കണ്ണാ, താങ്ക് യു. ഐ ആം ഷുവർ ഒരു പെണ്ണും തന്റെ വയറ്റ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ കള്ളം പറയില്ല. ഞങ്ങളാരും പറയില്ല, പക്ഷെ ഇവള് പറയും. നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മേ താരെ അനാവശ്യം പറയരുത്. ഷീ ഈസ് പ്രഗ്നന്റ്. എനിക്ക് വിശ്വാസമാ. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ബേക്കറിക്കാരുടെ മുഖം കണ്ടറിയാം ഇത് അവളുടെ അടവാണെന്ന് ഉറപ്പാ. മോനെ കുശനിക്കാരാ, ഇനി നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കും. പ്രഗ്നന്റ് ആയ വൈഫിനെ ലവ് ചെയ്യേണ്ടതേ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടിയാ. ബേട്ടി, യു ആർ വെരി ലക്കി. എന്റെ മെമ്പർ സമ്മാനം അടിച്ചതേ നിനക്കാ. അതെങ്ങനെ ഇപ്പൊ പറയാൻ പറ്റും? ആദ്യം പ്രഗ്നന്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തട്ടെ. അമ്മേ, അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, നിന്നേക്കാൾ എനിക്ക് വിശ്വാസം ഇപ്പൊ എനിക്ക് അവളെയാ. അമ്മേ, ഡോക്ടർ സുഷമയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നീ ഇപ്പൊ ആരെയും വിളിക്കുന്നില്ല. അമ്മേ, അമ്മ എനിക്ക് അവളോട് ഒരു വിരോധവുമില്ല, സ്നേഹക്കുറവുമില്ല. അമ്മേ, ഇത് അവളെന്തോ ഉടായിപ്പ് പരിപാടി ഒപ്പിക്കാനുള്ള അടവാ. അതിൽ അമ്മ വീണു പോകരുത്. അമ്മ, ഇതെന്തിനാ ഈ ഓർണമെന്റ്സ് ഒക്കെ എടുക്കുന്നത്? ഞാൻ ഈ ഓർണമെന്റ്സ് ഒക്കെ ജ്യോതിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുക. എന്റെ പൊന്നമ്മേ, ആദ്യം ഇതൊന്ന് കൺഫേം ചെയ്യട്ടെ, എന്നിട്ട് പോരെ അവാർഡ് ദാനം. നീ എന്റെ കയ്യിൽ മേടിച്ചെടുക്കട്ടാ. സാധാരണ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ ഹാപ്പിയായി ബ്രേക്ക് ഡാൻസ് കളിക്കുന്നവരാ ഭർത്താക്കന്മാര്. നീ മാത്രം തന്നെ ഇങ്ങനെ ആയിപ്പോയത്. അമ്മേ, അവളിത് എനിക്കിട്ട് ഏതാണ്ട് പണി തരാനുള്ള പുറപ്പാടാ. അതിന് നിങ്ങളെയെല്ലാം ആ ബേക്കറിക്കാരി പ്രഗ്നൻസിയുടെ പേര് പറഞ്ഞ് ട്രാപ്പിലാക്കിയിരിക്കുക. ട്രാപ്പിലാക്കിയതേ അവളല്ല, നീയാ. നീയല്ല, സാക്ഷാൽ വേലിത്തമ്പി ഇളവിയായാലും ഞാനതേ അവൾക്ക് കൊടുക്കും. അവളെന്റെ മരുമകളാ, നിന്റെ വൈഫാ. എന്റെ മുന്നിൽ വെച്ചിട്ടാ അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടേ എനിക്ക് വിശ്വാസമാ. അത്രയ്ക്ക് ഉറപ്പാണോ? ഉറപ്പാ. നാളെ ഇത് അവള് മാറ്റി പറഞ്ഞാൽ? അതെപ്പോഴല്ലേ, അതിന്റെ കാര്യം ഇപ്പൊ പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടംപോലെ നടക്കട്ടെ, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പൈസ എടാ, അവക്കിപ്പോ വേണ്ടതേ നിന്റെ ലവും കെയറുവാ. പ്രഗ്നന്റ് ആയ വൈഫിന് ഒരു ഹസ്ബൻഡിന്റെ സാമീപ്യമാണ് ഏറ്റവും വലിയ ഹാപ്പി. കമോൺ മൈ സൺ, കമോൺ. അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ? അമ്മയുടെ സ്വർണപ്പെട്ടി. ഇത് മുഴുവൻ ഇന്ന് അവൾക്ക് കൊടുക്കും. എങ്ങനെങ്കിലും തടയാൻ പറ്റുമോ?